എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ വന്നു. സിനിമ റീസെൻസർ ചെയ്ത് വീണ്ടും പ്രദർശനം നടക്കുകയാണ്. ഇപ്പോൾ അത് കുറേയേറെ ഇപ്പോൾ തിയേറ്ററുകളിലൊന്നും വലിയ തിരക്കില്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. അപ്പം ഇതിനൊരു മോഹൻലാലിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്നതടക്കമുള്ളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? നോക്കൂ, ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ലിബർട്ടിക്കെതിരെ നിൽക്കുന്ന ആളൊന്നല്ല. ആളുകൾക്ക് എന്ത് വേണമെങ്കിലും സിനിമയായിട്ട് എടുക്കാം, ആർട്ടിസ്റ്റിക് ഫ്രീഡം അതിന് എതിരെ നിൽക്കുന്ന ആളൊന്നല്ല ഞാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ലെഫ്റ്റനന്റ് കേണൽ ആയത് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഈ പറഞ്ഞ പോലെ യുവാക്കളിൽ പേട്രിയോട്ടിസം അല്ലെങ്കിൽ നാഷണലിസം അങ്ങനത്തെ വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് എലിജിബിൾ ആയത് എന്ന ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്തുകൊണ്ടാണ് NIA ഇത്രയും മോശമായിട്ടുള്ളൊരു പോർട്രയലിന് ഭാഗമായി നിൽക്കുന്നത്? ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടും അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ആ ഒരു പോർഷൻ മാത്രമെങ്കിലും അദ്ദേഹത്തിന് മാറ്റാമായിരുന്നു. കാരണം ഇതിനെ പലരും ഇക്വേറ്റ് ചെയ്യുന്നത് ഇപ്പം FBI ബാഡ് ലൈറ്റ് കാണിക്കുന്നില്ലേ, CIA ബാഡ് ലൈറ്റ് കാണിക്കുന്നില്ലേ? അങ്ങനെയല്ല, CAയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ആയിരിക്കും അതിൽ ബാഡ് ലൈറ്റ് കാണിക്കുന്നത്. നമ്മൾ ഹോളിവുഡ് സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആ ഏജൻസിയെ ടോട്ടലി അല്ലെങ്കിൽ ഇൻ ടോട്ടാലിറ്റി അതൊരു മോശമായ ഏജൻസി ആയിട്ട് ഒരു സിനിമ പോലും കാണിക്കില്ല. അങ്ങനത്തെ ഒരു സിനിമയില്ല. പക്ഷെ ഇവിടെ ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഒരു ഏജൻസിയാണ് മോശമായിട്ട് കാണിക്കുന്നത്. ആ ഏജൻസിയുടെ ലോഗോ വരെ ഉപയോഗിക്കുന്നുണ്ട്. അതിനോട് വലിയ രീതിയിൽ സാമ്യം തോന്നുന്ന ലോഗോ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വരുമ്പോൾ അതിനെ എന്തുകൊണ്ടും അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഒരു ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കണം. അവർക്ക് ചില പ്രോട്ടോകോൾസ് ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എങ്കിൽ മിനിസ്ട്രി എനിക്ക് റിപ്ലൈ പറയട്ടെ. അപ്പം എനിക്കിതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. ബട്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ. ഞാൻ വീണ്ടും റിമൈൻഡേഴ്സ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ റിപ്ലൈയിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രോട്ടോകോൾസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഇത്ര വലിയ അംഗീകാരങ്ങൾ കൊടുത്ത ആളുകൾ മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകൾ, രാജ്യം ഒരു മിലിറ്ററി ഓണർ കൊടുത്ത് ആദരിച്ചൊരു വ്യക്തി ഇതുപോലുള്ള പോർട്രയൽസ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോൾ ഹോളിവുഡ് ആണെങ്കിലും ബോളിവുഡ് ആണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും. അപ്പൊ ഇവിടെ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ പാസ് കിട്ടുകയാണ് ക്രിയേറ്റീവ് ഫ്രീഡം എന്നതിന്റെ പേരിൽ. അപ്പൊ അതിനെതിരെ ആണ് എൻ്റെ ഒരു പരാതി തന്നെ. ഇതിപ്പോൾ മോഹൻലാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മോഹൻലാലിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. അതോടൊപ്പം തന്നെ ഈ മോഹൻലാൽ ആ സീൻസ് മാത്രം എടുത്ത് അഭിനയിച്ചു പോകുന്ന ഒരു പതിവാണ്. എനിക്ക് തോന്നുന്നത് ഇത് പൃഥ്വിരാജ് കൃത്യമായി കളിച്ചതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വിവാദം ഉണ്ടായപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അപ്പോളജി നമുക്ക് തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ബട്ട് ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ഇത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അത് എടുക്കാൻ പോലും പാടില്ല. കാരണം അദ്ദേഹത്തിന് ആ ഒരു അവയർനെസ് എങ്കിലും വേണം. കാരണം അദ്ദേഹം ഒരു ടെറിട്ടോറിയൽ ആർമിയുടെ ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയിൽ പ്രത്യേകിച്ച് അദ്ദേഹം തന്നെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ആ സിനിമ താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രംഗമുണ്ടല്ലോ, NIA ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം ഒരാളെ വിട്ടയക്കാൻ വേണ്ടി. അപ്പം NIA നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കാണിക്കുന്ന, ഇപ്പോൾ യുവതലമുറയ്ക്ക് വീണ്ടും നമ്മൾ ഗോത്ര ഓർമ്മിപ്പിച്ചു എന്നൊക്കെയാണല്ലോ ലെഫ്റ്റ് ജനറേഷൻ. അതേപോലെ തന്നെയാണല്ലോ യുവതലമുറയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം NIA ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ്. ഒരു IB ഓഫീസർ അതിൽ കറങ്ങി നടക്കുന്നുണ്ട്, ഒരു പൊളിറ്റീഷ്യന്റെ കൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നിങ്ങൾ പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ സിനിമകൾ എടുക്കാൻ നോക്കുന്നത്? മാത്രമല്ല ഈ സിനിമയെ ഞാൻ കാണുന്നത് ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഒന്നും ഇതിനില്ല. ബേസിക്കലി ഇതൊരു വീക്ക് പ്ലോട്ട്, അതായത് ഒരു വീക്ക് സ്റ്റോറി ലൈൻ ഉള്ളൊരു സിനിമ. അതിനെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൊടുത്തുകൊണ്ട് അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. കാരണം ഭയങ്കര ചർച്ചാ വിഷയമാകുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ പോയി കാണുമല്ലോ. പിന്നെ ഇത്രയും സീൻ കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനിടയിലുള്ള റഷ് ഉണ്ട്. കാരണം ഇത് എന്താ പറയുക, ഇത്രയും 24 സീനോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പോയി കാണാനുള്ളൊരു തിരക്ക് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരും മുംബൈയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക, ഒരു ഗിമ്മിക്കിലൂടെ വിജയിപ്പിച്ച ഒരു സിനിമയാണ്. ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കിലൂടെ വിജയിച്ച ഒരു സിനിമയാണ്. അത് ശരിക്കും ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് ബോധപൂർവമായിട്ടൊരു വഴക്കുണ്ടാക്കി. സുരേഷ് കുമാർ അടക്കം വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ സുരേഷ് കുമാർ സിനിമ സമരത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. പിന്നീട് അത് സോൾവ് ചെയ്യപ്പെടുന്നു. പിന്നെ ആന്റണി പെരുമ്പാവൂർ അതിനെ തുടർന്ന് ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു. അതിനെ പൃഥ്വിരാജ് പിന്താങ്ങുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നു. അതിനുശേഷം ഈ സിനിമ ഇറങ്ങുന്ന നോമ്പ് കാലത്താണ്, 27-നാണ് ഇറങ്ങുന്നത്. 30-നായിരുന്നു, 31-നോ ആയിരുന്നു റംസാൻ. അതിനുശേഷം
അതിനുശേഷം ഈ മുസ്ലിം പ്രേക്ഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഘപരിവാർ അവർ ഇത് കുത്തി നിറയ്ക്കുക, അത് പിന്നീട് സെൻസർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതും. അത്തരത്തിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ മിഥുൻ പറഞ്ഞതുപോലെ ഈ സെൻസർ ചെയ്യുന്നതിന് മുമ്പ് കാണാൻ ഒരു വിഭാഗം ഓടിക്കേറുന്നു. അത്തരത്തിൽ ഒരു അതോടെ ബജറംഗദൾ അല്ലേ, ബജറംഗി എന്ന ക്യാരക്ടർ പറയുന്നു ഇത്തരത്തിൽ ഞാൻ ആസ്വദിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ അരുന്ധതി റോയ്ക്ക് ഇതിന് മറുപടിയില്ല. എക്സാക്ട്ലി. സോ ഈ ഞാൻ ആന്റണി പെരുമ്പാവൂരിന്റെയും പൃഥ്വിരാജിന്റെ ഒരു നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു സംഘവിരുദ്ധത അല്ലെങ്കിൽ ആന്റി സംഘപരിവാർ ഒരു പൊസിഷൻ എടുത്തുകൊണ്ട്, മാത്രമല്ല ഇദ്ദേഹത്ത് ഭയങ്കര നിലപാടാണ്, നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന നിലപാട് എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം അപ്പൊ ആ നിലപാട് അലൈൻമെന്റ് ആണ്. അപ്പം ആളുകൾ ഇളകി കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരു നിലപാട് മാത്രമല്ല, അത്രയും നിലപാടുള്ള ആളാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടിയിരുന്നു. അപ്പൊ ഇത് ബേസിക്കലി ആളുകളുടെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു ഹീറോ ക്യാരക്ടറായിട്ട് സിനിമയ്ക്ക് പുറമെ സ്വന്തം ബിൽഡ് ചെയ്യാൻ നോക്കുക, അതിലൂടെ ഞാൻ വലിയ നിലപാടുള്ള ഒരാളാണെന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയുള്ള ചില മെസ്സേജസ് സട്ടിലായിട്ട് പുഷ് ചെയ്യാൻ നോക്കുക. അപ്പം ഇതിന്റെ രാഷ്ട്രീയം അറിയാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ തോന്നും, അയ്യോ ഭയങ്കര സംഘ തീവ്രവാദം ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടന്നല്ലോ. ഗോത്ര ഇൻസിഡന്റ് എന്താണ്, ഗോത്ര വിഷയം നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. നമുക്ക് എന്താ പറയുക, ട്രെയിൻ കത്തുന്ന സമയം മുതൽക്കുള്ള വിഷയങ്ങൾ എടുക്കണം അങ്ങനെയാണെങ്കിൽ. പക്ഷെ അതൊന്നും കാണിക്കാതെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം കാണിച്ചുകൊണ്ട് അത് ഈ പറഞ്ഞ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. കാരണം ഇതിലെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന തീവ്രവാദി ക്യാരക്ടറിനെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്, അവൻ എന്തുകൊണ്ട് തീവ്രവാദിയായി. ലഷ്കർ എ തോയ്ബയുടെ ക്യാമ്പാണല്ലോ അതിൽ കാണിക്കുന്നത്. ബേസിക്കലി അവിടെയൊക്കെ പോയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ഒരാൾ, അയാളെ പിന്നീട് മോഹൻലാൽ മാറ്റിമറിച്ചെടുക്കുന്നു. അപ്പം ഇയാൾക്ക് തീവ്രവാദി ആവാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കണം. അതൊരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാണ്. ഇത് നാളെ സിനിമ നമ്മൾ എത്ര തന്നെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമകളൊക്കെ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ. ചെറിയ എന്താ പറയുക, നമ്മളൊക്കെ ഒരു ടെൻഡർ ഏജിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ അത്ര വലിയ പക്വത ഇല്ലാത്ത സമയത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പം ഈ സിനിമ കാണുന്ന നമ്മുടെ എന്താ പറയുക ചരിത്രത്തെക്കുറിച്ച് വലിയ ആഴത്തിൽ അറിയാത്ത ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും. അവരിത് കാണുമ്പോൾ അവർ വിശ്വസിക്കുക ഇവിടെ വലിയ തോതിലുള്ളൊരു എന്താ പറയുക റൈറ്റ് വിങ് ടെററിസം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ചില എന്താ പറയുക എക്സ്ട്രീം ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക് ടെൻഡൻസി ഉള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. സിനിമയെ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ക്രിയേറ്റീവ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് തള്ളാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സിനിമ എന്തുകൊണ്ടും പ്രദർശിപ്പിക്കണം, ഇത് സംഘപരിവാറിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വലിയ എന്താ പറയുക ആയുധം തന്നെയാണ്, പൃഥ്വിരാജിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള TP51 എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു ഇവിടെ. അതിന്റെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇതേ ഈ പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് അത് ചെയ്തത്. അപ്പം TP51 സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ എന്താ പറയുക അതിന്റെ ഡയറക്ടറുടെ ഒരു ഇന്റർവ്യൂ കണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് രാത്രിയിൽ പനിച്ച് പൊള്ളിക്കിടക്കുന്ന മക്കളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വീട് വിട്ട് ഓടേണ്ട അവസ്ഥയായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയ അറ്റാക്കായിരുന്നു ഈ സിനിമയ്ക്ക് നേരെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേരെ പിൻവലിക്കാൻ ശക്തമായ സമ്മർദ്ദം. തീർച്ചയായിട്ടും. ഞാൻ തന്നെ ഇപ്പൊ അടുത്ത് എന്താ പറയുക യൂട്യൂബിൽ നോക്കിയിട്ടാണ് സിനിമ കാണുന്നത്. വളരെ നല്ല രീതിയിലാണ് സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമയ്ക്കൊന്നും ഇവർ പറഞ്ഞ ഒരു ആക്സെപ്റ്റൻസോ സ്പേസോ കിട്ടില്ല. ഇവരുടെ കാര്യം വരുമ്പോൾ വേറൊരു തരത്തിൽ. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണോ? അല്ലേ? ഇപ്പം കേരള സ്റ്റോറി വന്നപ്പോൾ വലിയ വിമർശനമായിരുന്നു. ശരി, നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് പ്രദർശിപ്പിച്ചപ്പോൾ ഇവർക്ക് ഇത്ര ആഹ്ലാദം എന്താണ്? കാരണം ഇതിലും വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ വിമർശനങ്ങളൊക്കെ എതിർക്കുകയും ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല, നിങ്ങൾ സംഘപരിവാർ അതിനെ വിമർശിക്കുക മാത്രമേ ചെയ്തു, മറ്റേത് അക്രമം ഉണ്ടാക്കി. യെസ്, അക്രമമായിരുന്നു. കാരണം അത് പ്രദർശിപ്പിക്കാൻ പോലും പാടില്ല. ആ ഡയറക്ടറെ പോലും എന്താ പറയുക വേട്ടയാടുന്ന അവസ്ഥയായിരുന്നു. കാരണം അദ്ദേഹത്തിന് വീട് വിട്ടോടേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ശരിക്കും അക്രമ രാഷ്ട്രീയം വളർത്തി വിടുന്ന ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ്. അപ്പം ക്രിയേറ്റീവ് ലിബർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുകയാണ്. എനിക്ക് ചുറ്റും എന്നെ എന്താ പറയുക താങ്ങാൻ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എന്ത് നിലപാടും പറയാം. അപ്പം ഞാൻ വലിയ നിലപാടിൻ്റെ രാജകുമാരനൊക്കെ ആവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റായിട്ട് ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് വിമർശനങ്ങൾ നേരിടാനുള്ള തൻ്റെ ഇടം പൃഥ്വിരാജിനുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൃഥ്വിരാജിന് അങ്ങനത്തെ ഒരു തൻ്റെ ഇടം ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു സംഘവിരുദ്ധത ചെറുതായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യാം. എന്നാൽ പുള്ളി ഒരു ഘട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പോ പുള്ളിയുടെ ഒരു കരിയറിൽ അവസാനിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം നൽകിയതും ഈ സംഘപരിവാർ തന്നെയാണ്. അതെ. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് എന്തുകൊണ്ടോ ഒരു മോശം രീതിയിലേക്ക്
റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ, ഞാൻ സംഘപരിവാർ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടി അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹം നോക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു റൈറ്റ് വിങ് ഐഡിയോളജി മോശമാണ് എന്ന് കാണിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. സട്ടിലായിട്ടാണെങ്കിലും അത് പല സിനിമയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലക്ഷദ്വീപ് വിഷയങ്ങളിലൊക്കെ ചാടിക്കേറി പ്രതികരിക്കും, പക്ഷേ മറ്റു വിഷയങ്ങളൊക്കെ വന്നാൽ മിണ്ടാതിരിക്കുകയും ചെയ്യും. അപ്പം അതൊരു നിലപാടാണോ? അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവർ എല്ലാ വിഷയത്തിലും നിലപാട് സ്വീകരിക്കണം. അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ഈ ചില എന്താ പറയുക ഒരു ഹീറോ ടെൻഡൻസി കൊടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആളുകൾക്കും ഉണ്ട്. പൃഥ്വിരാജ് ഒരു വലിയ നിലപാടുള്ള എന്താ പറയുക ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ചില വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരെ വലിയ അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ സുരക്ഷിതനാണ്, എനിക്ക് എന്റെ കൂടെ ഒരു ലെഫ്റ്റ് വിങ് എക്കോസിസ്റ്റം കൂടെ നിൽക്കുമെന്ന് മനസ്സിലാക്കുന്ന വിഷയങ്ങൾ മാത്രമേ അദ്ദേഹം പ്രതികരിക്കുള്ളൂ. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ്. ഒന്നുകിൽ അത് തുറന്നു പറയുക, അല്ലാതെ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ഒളിയമ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെ തള്ളിക്കയറ്റുന്ന ഈ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ്, അതായത് മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് ബേസിക്കലി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഈ പല സിനിമകളുടെയും ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ മാർക്കറ്റിംഗ് ടീം കൂടെ ഇരിക്കാറുണ്ട്. കാരണം ഇനിയിപ്പോൾ അഥവാ സ്ക്രിപ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ പോലും അതിൽ എന്ത് മാർക്കറ്റിംഗ് പുഷ് കൊടുക്കണം എന്നുള്ള അവർ ആദ്യം പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റിങ്ങിലൂടെയാണ് ഈ മൊത്തം സിനിമ പോയിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ സ്റ്റോറി ലൈൻ മാത്രം എടുത്ത് നോക്കൂ. എന്താ അതിലിപ്പോൾ എനിക്കതിൽ സ്ട്രോങ് ഒരു സ്റ്റോറി ലൈൻ ഞാൻ കാണുന്നില്ല. അതിൽ പലപ്പോഴും മാറി മറിയുന്ന എന്താ പറയുക, ചിലപ്പോൾ ഇറാഖിൽ, ചിലപ്പോൾ കേരളത്തിൽ, അങ്ങനെയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പുഷ്, ഒരു മാസ് അപ്പീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷാണെന്ന് ഞാൻ വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം. എങ്കിൽ പോലും ഒരു ഡെപ്ത് ഇല്ലാത്തൊരു സിനിമയാണ്. അത് മാത്രമല്ല അത് വേണ്ടത്ര കളക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ആദ്യം ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് മാത്രമല്ല, അത് മാത്രമല്ല മോഹൻലാൽ നിലപാടിൽ നിന്ന് മാറി. അതായത് 2024 ബിഗ് ബോസ് അവസാനിപ്പിച്ചിറങ്ങിയ മോഹൻലാൽ അതിന് വീണ്ടും കൈ കൊടുത്തിരിക്കുക. കാരണം ഇത് എടുക്കുന്ന ഏഷ്യാനെറ്റ് ആണ്, അതുപോലെ തന്നെ OTT അവരുടെ ഹോട്ട്സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി മോഹൻലാൽ നിലപാടുകൾ പോലും മാറ്റം വരുത്തി. കാരണം അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയാത്തതല്ല, ഇത് മനഃപൂർവ്വമായിരുന്നു. ആ ക്യാരക്ടറിന് ആ പേര് കൊടുത്തത്, അതിലെ വില്ലൻ ആ പേര് കൊടുത്തത്, ബജരംഗി എന്ന പേര് കൊടുത്തതൊക്കെ വളരെ പ്ലാൻഡ് ആയിരുന്നു. ഇനിയിപ്പോ ബജരംഗി എന്ന് പറഞ്ഞ പേര് കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അത് മാറ്റണം എന്നത് ഇവരുടെ തന്നെ കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. പിന്നീട് ഇവർ തന്നെ സ്വമേധയാ വോളണ്ടിയർലി 17 കട്ട് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, സെൻസർ ബോർഡിന്റെ അടുത്തേക്ക് പറഞ്ഞതിന് മുമ്പ് തന്നെ. അപ്പം സെൻസർ ബോർഡ് പറഞ്ഞതിന് മുമ്പ് തന്നെ 17 കട്ട് അവർ പറയുന്ന സമയത്ത് ഈ ബജരംഗിയുടെ പേര് മാറ്റുക എന്നതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് തന്നെ ചില കാര്യങ്ങൾ ഇവർ അതിൽ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയ ഒരു എന്താ പറയുക വർഗീയതയുടെ എലിമെന്റ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ തന്നെ സ്വമേധയാ മാറ്റാൻ ശ്രമിച്ച കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഒരു സിനിമയെ വിജയിപ്പിക്കാൻ നോക്കേണ്ടത്? സമൂഹത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെ എന്താ പറയുക ഏകപക്ഷീയമായ ആംഗിളിലൂടെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെലക്റ്റീവ് ആസ്പെക്ട് മാത്രം കാണിച്ചുകൊണ്ട് ഒരു ക്യാരക്ടറിനെ, ഒരു വില്ലൻ ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോദ്ര പോലുള്ളൊരു സംഭവം, ഗോദ്ര എന്നതിൽ പറയുന്നില്ലെങ്കിൽ പോലും നമുക്കൊക്കെ തന്നെ വേണമെന്ന് മനസ്സിലാവും എന്താ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തെ എടുത്തിട്ടുകൊണ്ട് ഈ ഒരു വില്ലനല്ല അതിലെ നായകൻ എന്ന് പറയുന്ന തീവ്രവാദി ക്യാരക്ടർ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, ആ ക്യാരക്ടറിന് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമൂഹത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് സിനിമകൾ നിർമ്മിക്കാൻ പാടുണ്ടോ എന്നതൊരു ചർച്ചാ വിഷയം തന്നെ ആകണം. കാരണം ഞാൻ കോണ്ടന്റ് മോഡറേഷനെതിരെയൊക്കെ ഒരുപാട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം പണ്ടൊരു നെറ്റ്ഫ്ലിക്സിനെതിരെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ കോണ്ടന്റ് മോഡറേഷൻ അത്യാവശ്യമാണ് നമ്മളെപ്പോലത്തെ ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ക്രിയേറ്റീവ് ലിബർട്ടി അറ്റ് ദ സെയിം ടൈം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുക, അവരുടെ എന്താ പറയുക സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കുക, അതിലൂടെ വലിയ ചർച്ചകൾ ഉണ്ടാക്കുക, എന്നിട്ട് വലിയ ആളാവുക, അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ പറഞ്ഞാൽ ഗിമ്മിക്കാണ്. അതല്ല നിങ്ങളുടെ സിനിമയുടെ എക്സ്പെർട്ടീസ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ബ്രില്യൻസ് കാണിച്ചുകൊണ്ടല്ലല്ലോ ഇതിനെ വിജയിപ്പിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളിതിലെ വെറും മാർക്കറ്റിംഗ് ഗിമ്മിക്സ് കളിച്ചുകൊണ്ടാണ് ഇതിനെ എടുക്കാൻ നോക്കിയത് തന്നെ. കാരണം ഇത് വളരെ ക്ലിയർ ആണല്ലോ, ആ സിനിമ എടുത്ത സമയം മുതൽക്ക് ആ സിനിമയുടെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഇവർക്കത് അറിയാമായിരുന്നു. ഇതിൻ്റെ ഇമ്പാക്ട് ഇതൊക്കെ ആയിരിക്കും അവർക്ക് അറിയാമായിരുന്നു. അവരുദ്ദേശിച്ച ഇമ്പാക്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് ഇതൊക്കെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഒരിക്കലും അതിലൊരു നല്ലൊരു സ്റ്റോറി ഓഡിയൻസിന് കൊടുക്കുക എന്നതായിരുന്നില്ല, സമൂഹത്തിൽ ഒരു ടർമോയിൽ ഉണ്ടാക്കുക. ഇതങ്ങ് മുങ്ങിപ്പോയി. എക്സാക്ട്ലി. അപ്പൊ ഇന്നത്തെ ഒരു സിനിമ എടുക്കുന്ന രീതിയും കൂടെ നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സിനിമ കാഴ്ചക്കാരൻ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. അതിപ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും. ബട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി ഒരു സൊസൈറ്റിയിൽ ഒരു ടെർമോയിൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ കാര്യങ്ങളെ കാണുകയും ഒരു റവന്യൂ ആസ്പെക്റ്റിൽ കാര്യങ്ങളെ കാണുകയും അതിലൂടെ മുതലെടുക്കാൻ നോക്കുന്ന ആളുകളാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് നിലപാടുണ്ടെന്ന് എന്താ പറയുക കൊട്ടിഘോഷിക്കാൻ കുറേ നടിമാരും നടന്മാരും വേറെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത് തന്നെ.